എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു രാത്രി ആശംസിച്ചാണ് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. അതോടൊപ്പം തന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെ സപ്പോർട്ടിലായിരിക്കും തുടർന്ന് പ്രതീക്ഷയുണ്ട്. നമുക്ക് നേരെ ഗൗതമിന്റെ അളകനന്ദയുടെ നാളത്തെ നല്ലൊരു പ്രമോ വിശേഷം കണ്ടാലോ. നാളത്തെ പ്രമോ വിശേഷം നമ്മൾ കാണാൻ പോകുന്നത് ഇന്ത്യവരത്തിലേക്ക് എത്തി സംഹാര താണ്ഡവമാടുന്ന ഗൗതമിനെയാണ് കാണാൻ പോകുന്നത്. സുജാതയും ഗാഥേനെയും ഒക്കെ ചോദ്യം ചെയ്യുന്നുണ്ട്. അതിന്റെ വിശേഷങ്ങളും സത്യങ്ങളൊക്കെ ഗൗതം അറിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേനും ആകെപ്പാടെ തളർന്ന് തരിപ്പണമായി പോവുകയാണ് മഹേശ്വരന്. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് നാളെ കാണാൻ പോകുന്നത്. ഇന്ന് തന്നെ നമ്മൾ കണ്ടു തന്റെ അനിയത്തിയാണ് ഗാഥ എന്നാ സത്യം അറിഞ്ഞപ്പോ ഗൗതമിനത് ഉൾക്കൊള്ളാനായിട്ട് സാധിച്ചില്ല. അപ്പൊ ഇത്രയും കാലം തന്റെ അമ്മേനെ തന്നെ എല്ലാം വഞ്ചിച്ചുകൊണ്ടിരിക്കുമായിരുന്നു തന്റെ അച്ഛൻ. ഒരു കാരണവശാലും ഇത് സഹിക്കാൻ പറ്റുന്ന കാര്യമല്ല. ഇതോർത്ത് ആകെപ്പാടെ സമനില തെറ്റിയ പോലെയാ ഗൗതം വീട്ടിലേക്ക് വരുന്നത്. ഗൗതമിന് എന്ത് ചെയ്യണമെന്ന് പോലും അറിയത്തില്ലാത്ത ഒരവസ്ഥയായിരുന്നു. മഹേശനാണെങ്കിലോ ഈ സമയത്ത് ഗൗതം കാര്യങ്ങളൊക്കെ അറിഞ്ഞറിഞ്ഞപ്പോൾ മഹേശന് സഹിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ഇനി എന്തു ചെയ്യും? മഹേശൻ അറിയാൻ നെഞ്ചത്ത് കൈ വെച്ചു പോവാ. ചങ്കു പൊട്ടിപ്പോകുന്നൊരു വേദന. ഈ സമയത്ത് ലക്ഷ്മിയമ്മ അങ്ങോട്ട് ഓടി വരുന്നുണ്ട്. എന്ത് പറ്റി മഹിയേട്ടാ? എന്താ കാര്യം എന്ന് ചോദിക്കണം. ആരാ ഫോൺ വിളിച്ചെന്ന് ചോദിക്കണേ. ഒന്നുമില്ല. എന്താന്ന് പറ എന്നോട് എന്ന്. മഹേശ്വരൻ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? വാ മഹിയേട്ടാ, മുറിയിലേക്ക് വാന്ന് പറഞ്ഞിട്ട് കൂട്ടിക്കൊണ്ട് പോവാണ്. ഈ സമയത്ത് പിങ്കിയും മോഹിനി അങ്ങോട്ട് വരുന്നുണ്ട്. പിങ്കി വന്നിട്ട് അല്ല എന്തോ ഒരു പ്രശ്നം ഉണ്ടല്ലോ. അതെ, അമ്മാന്റെ മുഖം ശ്രദ്ധിച്ചോ? വല്ലാതിരിക്കണോ? എനിക്കും തോന്നി എന്തോ കാര്യമായിട്ട് സംഭവിച്ചിട്ടുണ്ടെന്ന് പറയണം. പക്ഷെ എന്താണെന്ന് അറിയത്തില്ല. അധികം വൈകാതെ തന്നെ അറിയും ചെറിയമ്മ കണ്ടോ? അധികം വൈകാതെ തന്നെ എന്തെങ്കിലും കള്ളത്തരങ്ങൾ കാണിക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ പുറത്താവെന്ന് പറയാം. ശരിയാ, എന്തോ ഒരു പ്രശ്നമുള്ള എനിക്ക് തോന്നിയിട്ടുണ്ട്. പിന്നീട് മുറിയിലേക്ക് വന്നപ്പം മഹേഷിനോട് ചോദിച്ചു, എന്താ മഹിയേട്ടാ കുറഞ്ഞോ? വേദന കുറഞ്ഞോ? എന്ത് പറ്റിയതാ? ഇനി ഹോസ്പിറ്റലിൽ പോകണമെന്ന് ചോദിക്കും. കുഴപ്പമൊന്നും ഇല്ല ലക്ഷ്മി, പ്രശ്നമൊന്നും ഇല്ലാന്ന് പറയും. എന്തോടേലും പറ, ഒരു കാര്യം ചെയ്യാം, ഞാൻ ഗൗതമോനെ വിളിക്കാന്ന് പറയും. വേണ്ട, കുറച്ചേരം കിടന്നു കഴിഞ്ഞാൽ കുറയാവുന്നുള്ളൂ. ഞാൻ കുറച്ചേരം കിടക്കട്ടെ, എന്നെ ഇപ്പം ഇനിയും വിളിക്കണ്ടെന്ന് പറയണം. ശരി മഹിയേട്ടൻ കിടന്നോന്ന് പറഞ്ഞിട്ട് ലക്ഷ്മിയമ്മ ഇങ്ങോട്ട് പോരുവാണ്. എന്നാലും പെട്ടെന്ന് എന്തായിരിക്കും പറ്റിയത്? ഫുഡ് പോലും നേരം വണ്ണം കഴിച്ചിട്ടില്ല. ഈയിടെയായിട്ട് എപ്പോൾ നോക്കിയാലും മഹിയേട്ടന് ഈ ചിന്ത മാത്രമേ ഉള്ളൂ. ഒരു പക്ഷേങ്കില് ഇന്ത്യവരത്തിന്റെ കണക്കുകളും കാര്യങ്ങളൊക്കെ ചോദിച്ചതിന് ശേഷം തുടങ്ങിയ കാര്യങ്ങളാ. ആ ചെമ്പുമേട്ടി പോയി വന്നതിന് ശേഷം എന്തോ കാര്യമായിട്ടുള്ള പ്രശ്നമുണ്ട്. പാവം എൻ്റെ മഹിയേട്ടന്. എല്ലാവരും കൂടി ഒരു തെറ്റും ചെയ്യാതെ അദ്ദേഹത്തെ ഇങ്ങനെ ഇട്ട് കുത്തി നോവിച്ചുകൊണ്ടിരിക്കുക. അതൊക്കെ ഓർത്തപ്പോൾ ലക്ഷ്മിയമ്മയ്ക്ക് ഭയങ്കര സങ്കടമായിട്ടുണ്ടായിരുന്നു. ഈ സമയം നന്ദ നേരെ ഗാഥയുടെ സുജാതയുടെ അരിയിലേക്ക് വരുന്നുണ്ട്. അപ്പൊ സുജാത പറഞ്ഞു, മോളെ എനിക്ക് പേടിയാവുന്നുണ്ട്. ഇന്ന് ഹേമന്ത് എന്ന് പറയുന്ന അവൻ വിളിച്ചിട്ടുണ്ട്. അവൻ ബാലാജിയുടെ ആളാണ്. ഒരു പക്ഷെ ഇനിയിപ്പം ഗൗതമോൻ അങ്ങോട്ട് പോവോ, എന്തേലും അവനോട് ചോദിക്കുമോ, എന്തേലും ചെയ്യുമോ എന്ന് ചോദിക്കുകയാണ്. കാരണം ഫോൺ വന്നതിന് ശേഷം നമ്മൾ ഒരക്ഷരം പോലും മിണ്ടാതില്ലേ ഗൗതമോൻ പോയേക്കെന്ന് പറയണേ. അതൊന്നും ഉണ്ടാവില്ല സുജാത ആൻറ്റി ധൈര്യമായിട്ടിരിക്കുക. എന്ത് വന്നാലും ഈ നന്ദ നോക്കിക്കോളാം. അറിയാലോ, ഒരു കാരണവശാലും പിടി കൊടുക്കരുത്. ഇപ്പൊ പിടി കൊടുത്തിട്ടുണ്ടെങ്കിൽ സത്യങ്ങളൊക്കെ ഗൗതം സാർ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ആകെപ്പാടെ പ്രശ്നമാവും. അറിയാലോ, ഒരു കാരണവശാലും ഇവിടെ ഉള്ളിടത്തോളം കാലം അറിയലെന്ന് പറയണം. ശരിയാ. പിന്നെ എന്തേലും ചോദിച്ചാൽ പോലും പതുക്കെ എന്തേലും പറഞ്ഞ് തടി തപ്പിയാൽ മതി. അല്ലാതെ ഒന്നും കാര്യമായിട്ടൊന്നും പറയാൻ നിൽക്കേണ്ടെന്ന് പറയണം. അങ്ങനെ എല്ലാം പറഞ്ഞു പഠിപ്പിക്കുന്നുണ്ട് നന്ദ സുജാതനെ. പിന്നീട് നന്ദ മുറിയിന്ന് പുറത്തെ അങ്ങോട്ട് പോവാണ്. ഈ സമയത്ത് ഗൗതം എന്ത് ചെയ്യാണ്? ഗൗതം വീട്ടിലേക്ക് വരുവാണ്. വരുന്ന വഴിയിലെല്ലാം ഗൗതമിന്റെ ഉള്ളിൽ ആ ചിന്തകളായിരുന്നു. ഗാഥ ആദ്യം വീട്ടിലേക്ക് വന്നതും ഗാഥേനെ താൻ ആദ്യമായിട്ടും കണ്ടതും പിന്നീട് അവര് ഹോസ്പിറ്റലായതും അവരെ ഹോസ്പിറ്റലിൽ പോയി നോക്കിക്കൊണ്ടിരുന്നതൊക്കെ. പക്ഷെ അന്നൊന്നും ഒരു കാരണവശാലും തൻ്റെ മനസ്സിലൊരു സംശയം പോലും ഉണ്ടായിരുന്നില്ല അച്ഛന്. കാരണം താനും ഗാഥയും തമ്മിൽ രക്തബന്ധമുണ്ട്. തൻ്റെ അനിയത്തിയാണ് ഗാഥ എന്നുള്ള സത്യം അറിഞ്ഞിരുന്നില്ല. പാവം സുജാതയാൻ്റെ എത്രമാത്രം തെറ്റാ ചെയ്ത്. എല്ലാം മറച്ചു വെച്ച് താൻ വിവാഹിതനാണെന്ന് മറച്ചു വെച്ച് ചതിക്കുകയല്ലേ ചെയ്തേ. അച്ഛൻ ആരാന്ന് പോലും പുറത്തു പറയാത്തൊരവസ്ഥയിൽ എത്രമാത്രം നീറിയിട്ടുണ്ട് ഈ കുടുംബത്തിൽ വന്നതിന് ശേഷം. എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ആ സമയത്തും എല്ലാവരും കൂടെ ഗാഥനെ ചോദ്യം ചെയ്ത സമയത്തും ഗാഥ തുറന്നൊന്നും പറഞ്ഞിരുന്നില്ല. ആ മനസ്സ് എത്രമാത്രം വേദനിച്ചിട്ടുണ്ടായിരിക്കും. അപ്പോൾ അച്ഛൻ ചെയ്ത തെറ്റല്ലേ. അല്ലെങ്കിലും അമ്മയോട് ഇതൊക്കെ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അമ്മ ഒരു നിമിഷം പോലും ജീവിച്ചിരിക്കില്ല. അമ്മ ആത്മഹത്യയുള്ളൂ. കാരണം അമ്മയ്ക്ക് അത്ര വിശ്വാസമാണ്. എന്ത് ചെയ്യും എൻ്റെ ഭഗവാനെ ഓർത്തിട്ടൊരു സമാധാനം കിട്ടുന്നില്ല. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഗൗതത്തിന് തലയ്ക്ക് ആകെപ്പാടെ തീ കത്തിയൊരവസ്ഥയായിരുന്നു. അങ്ങനെ ഗൗതം വീട്ടിലേക്ക് വരുവാണ്. ഗൗതം വീട്ടിലേക്ക് വന്നു കഴിയുമ്പോഴത്തേനും ലക്ഷ്മി വെച്ച്, മോനെ നീ ഇന്ന് ജോലിക്ക് പോയില്ലേ എന്ന് ചോദിക്കുകയാണ്. എന്താമ്മേ? ഒന്നുമില്ല. നീ എന്താ ഇത്രയും താമസിച്ച് നിൽക്കണം? ഒന്നുമില്ല, നിനക്ക് ഫുഡ് എടുത്ത് വെക്കണ്ടേ? ഇപ്പൊ വേണ്ടമ്മേ, എനിക്ക് വിശപ്പില്ല എന്ന് പറയണം. എന്താ മോനെ? ഇതേ അച്ഛനാണെങ്കിൽ പോലും മര്യാദയ്ക്ക് ഫുഡ് കഴിക്കുന്നില്ല. കുറെ ദിവസമായിട്ട് അച്ഛന് വല്ലാത്ത എന്തോ ഒരു ബുദ്ധിമുട്ടാ. ഇന്നാണെങ്കിൽ ഫുഡ് കഴിക്കായിരുന്ന സമയത്ത് കോള് വന്നു. കോള് വന്നപ്പോൾ അച്ഛന് ഭയങ്കര ചങ്കിന് വേന. അച്ഛനാണ്ടെ മുറിയിൽ പോയി കിടക്കുന്നുണ്ട്. എന്ത് പറ്റിയെന്ന് ചോദിച്ചിട്ട് ഒന്നും പറയുന്നും കൂടെ ഇല്ല. ഇപ്പൊ നീ ഇങ്ങനെ തുടങ്ങിയാലോ? നിനക്കും വിശപ്പില്ലെന്ന് പറഞ്ഞ് പോയാൽ എങ്ങനെയാ ശരിയാ? ഇങ്ങോട്ട് വാ, അമ്മ എടുത്തുതരാന്ന് പറയാം. വേണ്ടമ്മേ. എന്താ മോനെ പ്രശ്നം?
ഇനിയിപ്പോൾ ആ ഗാഥയും ആ സുജാത ഇവിടെ നിൽക്കുന്നതുകൊണ്ട് നിനക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഈ വീട്ടിലുള്ളവർക്കെല്ലാം എതിർപ്പാണെന്നറിയാം. അതുകൊണ്ട് എന്തെങ്കിലും ബുദ്ധിമുട്ട് മോനുണ്ടോയെന്ന് ചോദിക്കണം. അങ്ങനെയൊന്നും വിചാരിക്കണ്ട കേട്ടോ. പാവ ആരുമില്ലാത്തതല്ലേ. നിന്റെ അച്ഛൻ്റെ ജീവൻ രക്ഷിച്ച ആളുടെ മോളും ഭാര്യയല്ലേ. അപ്പം അവരെ നോക്കേണ്ട കടമ നമുക്കില്ലേ? ഒരു കാര്യം ചെയ്താൽ മതി. നീ നിന്റെ സ്വന്തം അനിയത്തിയെ പോലെ അവളെ കണ്ടാൽ മതി. അറിയാലോ ഇവിടെ എത്ര നാൾ നിന്നോ അത്രയും നാൾ നീ സ്വന്തം അനിയത്തിയെ പോലെ കാണുവാണെങ്കിൽ ഒരു പ്രശ്നവും ഉണ്ടാകത്തില്ല. അവർക്ക് കയറിപ്പോകാനായിട്ടൊരു ഇടവില്ലാത്തതുകൊണ്ടല്ലേ അവരിവിടെ നിൽക്കുന്നേ. ഈ സമയം ഗൗതം തിരിഞ്ഞ് ഇത് വിതുമ്പോൾ ഗൗതമിന്റെ കണ്ണ് രണ്ടും നിറഞ്ഞൊഴുക. ഒരു പക്ഷെ അമ്മ ഇത് കണ്ടിട്ടുണ്ടെങ്കിൽ അമ്മയ്ക്ക് എന്തെങ്കിലും സംശയം തോന്നും. അതൊരു കാരണവശാലും പാടില്ല. പാവം അമ്മ ഒന്നും അറിയത്തില്ലാതെ സംസാരിച്ചുകൊണ്ടിരിക്കണേ. സത്യങ്ങളെല്ലാം അറിഞ്ഞു കഴിയുമ്പോൾ അമ്മയുടെ പ്രതികരണം എന്തായിരിക്കും? ഇത്രയും പാവം ഒരു അമ്മേനെയാണല്ലോ തൻ്റെ അച്ഛൻ വഞ്ചിച്ചെന്ന് ഓർക്കുമ്പോൾ ഗൗതമിന് സഹിക്കാൻ പറ്റുന്നുണ്ടായിരുന്നു. എന്താ മോനെ നീ ഒന്നും പറയാത്തേ? ശരി അമ്മ പറയുന്ന പോലെയൊക്കെ ചെയ്യാം. അവ പെട്ടെന്നൊന്നും പറഞ്ഞു വേണ്ടമ്മേ. എന്നാലും അറിയാലോ അമ്മയ്ക്ക് ആ ബാലാജിയുടെ ആൾക്കാർ വെറുതെ ഇരിക്കുമെന്ന് തോന്നുന്നുണ്ടോ? പിന്നെ എല്ലാ കാലം അവരിവിടെ നിർത്താൻ പറ്റില്ലല്ലോ. അവരെത്രയും പെട്ടെന്ന് ഇവിടെ നിന്ന് പറഞ്ഞു വേണം. അവർക്കൊരു വാടക വീട് എടുത്തു കൊടുക്കാമേ. അവർ മാറിക്കോട്ടെ എന്ന് പറയണം. അതെന്താ മോനെ നീ അങ്ങനെ പറയണേ? ഇപ്പൊ തന്നെ സുജാതയ്ക്ക് ശരിക്കും കുറഞ്ഞിട്ടില്ല. ഒരു വാടക വീട് എടുത്ത് മാറിയിട്ടുണ്ടെങ്കിൽ അവരെങ്ങനെ ജീവിക്കും? ആര് സുജാതനെ നോക്കും? കാതമോക്കാണെങ്കിൽ സ്കൂളിൽ പോണ്ടേ? ഇവിടെ ആണെങ്കിൽ കുഴപ്പമില്ല, ഞാൻ നോക്കാനുണ്ടല്ലോ. അതല്ലമ്മേ, ഇവിടെ പിന്തിക്കോ ചെറിയമ്മയ്ക്കോ ഒന്നും ഇഷ്ടമില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞേ അധികം വൈകാതെ തന്നെ അവരിവിടുന്ന് മാറ്റണമെന്ന് പറയാണ്. നാളെങ്കിൽ നാളെ എത്രയും പെട്ടെന്ന് തന്നെ മാറ്റണമെന്ന് പറയാം. ഇതും പറഞ്ഞിട്ട് ഗൗതം അങ്ങോട്ട് കയറിപ്പോ. അപ്പൊ ലക്ഷ്മിയമ്മ വിചാരിച്ചു ഇവൻ എന്ത് പറ്റി? ഇവനാ കൂട്ടിക്കൊണ്ട് വന്നേ എത്ര ദിവസമാണല്ലോ ഇവിടെ നിന്നോട്ടെ എന്നൊക്കെ പറഞ്ഞ പിന്നെ പെട്ടെന്ന് എന്താ ഇങ്ങനെ ഒരു മനമാറ്റം? എന്തോ കാര്യമായിട്ട് സംഭവിച്ചിട്ടുണ്ടല്ലോ. ഈ അച്ഛനും മോനുമൊക്കെ ഇത് എന്താണെന്നറിയത്തില്ല. തോന്നുമ്പോ ഓരോ മനമാറ്റം. ഇന്ന് മതി ലക്ഷ്മി മൈൻഡാക്കാൻ അങ്ങോട്ട് പോവാണ്. ഈ സമയത്ത് ഗാഥയുടെ അടുത്തേക്ക് നന്ദ വരുവാണ്. അവരിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഗൗതം അങ്ങോട്ട് വരുന്നത്. ഗൗതം വന്നിട്ട് ആദ്യം ചെയ്ത കാര്യം നേരെ വന്നിട്ട് ഒന്നും മിണ്ടിയില്ല. നന്ദയുടെ കയ്യേലും കൂടെ പിടിച്ചു വലിച്ചു. നന്ദനെ അങ്ങോട്ട് മുറിയിൽ വെളിയിലേക്ക് അങ്ങോട്ട് ആക്കൂടാ. എന്നിട്ട് കഥ അങ്ങോട്ട് കുറ്റിയിട്ടു. ഇത് കണ്ട് ഒരു നിമിഷം ഗാഥ ഞെട്ടിപ്പോയി. അപ്പം നന്ദ പുറത്താ. നന്ദയ്ക്ക് മനസ്സിലായി എന്തോ കാര്യമായിട്ട് സംഭവിച്ചിട്ടുണ്ട്. ഗൗതം സാർ എന്തോ കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ടുണ്ട്. അതാണ് ഈ വരവ്. എന്തൊക്കെ അറിഞ്ഞിട്ടുള്ള മട്ട അവരെ ചോദ്യം ചെയ്യാനായിട്ടാ. നന്ദ പുറത്തുനിന്ന് പറയുന്നുണ്ട് ഗൗതം സാർ തുറക്കാനൊക്കെ പറയുന്നുണ്ട്. പക്ഷെ ഗൗതം അതൊന്നും കൂട്ടിയാക്കിയില്ല. നേരെ ഗാഥയുടെ സുജാതയുടെ അരിയിലേക്ക് ചെല്ലുവാണ്. ഗാഥയ്ക്ക് പേടിയും വിറയലും ഉണ്ടായി. ഈ വരവിന്റെ ഉദ്ദേശം എന്താന്ന് ഗാഥയ്ക്ക് മനസ്സിലായി. ഒരുപക്ഷെ ഏട്ട സത്യങ്ങളൊക്കെ അറിഞ്ഞിട്ടുണ്ട്. താൻ ആരാന്ന് അറിഞ്ഞിട്ടുണ്ട്. പിന്നീട് എന്നിട്ട് ഗാഥയോട് ചോദിച്ചു, സത്യം പറ, നിന്റെ അച്ഛൻ രാജേന്ദ്രനാണോ എന്ന് ചോദിക്കുവാണ്. പെട്ടെന്ന് ഗാഥയിൽ ഒരു പരിമലുണ്ടായി. സുജാത പറഞ്ഞു, അതേ മോനെന്ന് പറഞ്ഞേ, കള്ളം പറയണ്ട. നിങ്ങൾ എന്തിനാ കള്ളം പറയണേ? ഞാൻ സത്യങ്ങളൊക്കെ അറിഞ്ഞിട്ടാ വന്നേ. എല്ലാം എനിക്കറിയാം. ഇനിയെങ്കിലും നിങ്ങൾ തുറന്നു പറ, ആരാ എന്ന് ചോദിക്കണം. പെട്ടെന്ന് ഗാഥ പൊട്ടിക്കരയാണ്. അത് കണ്ടപ്പോൾ തന്നെ ഒരു കാര്യം ഗൗതത്തിനും മനസ്സിലായി. കാര്യങ്ങളെല്ലാം സത്യമാണ്. ഇവർക്ക് നേരത്തെ തന്നെ അറിയാവുന്ന കാര്യങ്ങളാണ്. പെട്ടെന്ന് പറഞ്ഞാൽ, അപ്പം നിങ്ങളെല്ലാവരും കൂടെ കൂടിയിട്ട് എന്നെ എൻ്റെ അമ്മേനെ ചതിക്കുമായിരുന്നല്ലേ? ഞാൻ അറിഞ്ഞു. ഞാൻ ആ വാവച്ചൻ്റെ നാവിൽ നിന്നെല്ലാം അറിഞ്ഞു. എൻ്റെ അച്ഛനാണ് നിങ്ങളുടെ ഭർത്താവ് എന്നുള്ള കാര്യം അറിഞ്ഞെന്ന് സുജാതയോട് പറയാണ്. മോനെ നിങ്ങളൊന്നും മിണ്ടണ്ട. നിങ്ങളോട് എത്ര വട്ടം ഞാൻ ചോദിച്ചു. അപ്പം നിങ്ങൾ രാജേന്ദ്രൻ എന്നൊരു കഥയുണ്ടാക്കി. എന്നിട്ടോ ഇങ്ങോട്ട് കയറിപ്പറ്റി. എൻ്റെ അമ്മ ഇത് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരിക്കലും സഹിക്കില്ല, അറിയാവോ? നിങ്ങളെ പൊന്നു പോലെ അവർ നോക്കിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പം തന്നെയാണല്ലോ എന്നോട് പറഞ്ഞെന്താണെന്നറിയാവോ? ഒരു കാരണവശാലും നിങ്ങൾ ഇവിടുന്ന് പറഞ്ഞു വിടരുത്. നിങ്ങൾക്ക് എങ്ങനെ തോന്നി ഈ വീട്ടിൽ വന്ന് കിടക്കാനായിട്ട്? എൻ്റെ അമ്മ നോക്കിക്കഴിയുമ്പോൾ നിനക്ക് കുറ്റബോധം തോന്നില്ലെന്ന് ചോദിക്കണം. അത് മോനെ, ഞാൻ പറഞ്ഞേ ഇങ്ങോട്ട് കൊണ്ടുവരണ്ടെന്ന്. പക്ഷെ എന്ത് ചെയ്യാനാ, എൻ്റെ അവസ്ഥ അതായി പോയി. പക്ഷെ ഞാൻ പറഞ്ഞല്ലേ ഒരു വാടക വീടെടുത്ത്, ഇതൊക്കെ എനിക്ക് അറിയാവുന്നതുകൊണ്ടാണ്. നിങ്ങൾ ഒരു വാക്ക് പോലും പറഞ്ഞല്ലോ. എല്ലാവരും കൂടി എന്നെ ചതിക്കുമായിരുന്നില്ലേ? നന്ദയ്ക്ക് ഈ കാര്യങ്ങളെല്ലാം അറിയാമായിരുന്നല്ലേ എന്ന് ചോദിക്കണം. അല്ല മോനെ, അത് എനിക്കറിയാം. എല്ലാവരും കൂടെ എൻ്റെ അമ്മേനെ ചതിച്ചു. പക്ഷെ അമ്മ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അമ്മ ഒരു നിമിഷം പോലും ജീവിച്ചിരിക്കില്ല. അച്ഛൻ ചതിച്ചെന്ന് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് എൻ്റെ അമ്മേനെ വേണം, അറിയാലോ. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് നിങ്ങൾ ഇവിടുന്ന് പോകണമെന്ന് പറയണം. ഗൗതമിൻ്റെ ഈ സംസാരം കേട്ട് കഴിഞ്ഞപ്പോൾ ഗാഥ പറഞ്ഞു, പൊക്കോളാം ഗൗതമേട്ട, ഞങ്ങൾ എങ്ങോട്ടേലും പൊക്കോളാം. ഒരു കാരണവശാലും ഞങ്ങൾ ആർക്കും ഒരു ശല്യമാവില്ല. ഇത്രയും കാലം ഇങ്ങോട്ട് വരണമെന്ന് വിചാരിച്ചല്ല ഞങ്ങൾ ജീവിച്ചിരുന്നത്. അങ്ങനെ ഒരു അവസ്ഥയല്ല ഞങ്ങൾ ഇങ്ങോട്ട് എത്തിപ്പെട്ടത്. ഞങ്ങളോട് ക്ഷമിക്കുക. ഞങ്ങൾ ആരോടും ഒന്നും പറയില്ല. ഞങ്ങൾ ഇവിടുന്ന് പൊക്കോളാന്ന് പറയാണ്. ഗൗതമിന് അത് കേട്ടപ്പോൾ സങ്കടം വന്നു. പക്ഷെ സങ്കടപ്പെട്ടിട്ട് കാര്യമില്ല. ഇപ്പൊ തനിക്ക് ആവശ്യം തൻ്റെ അമ്മയുടെ ജീവനാണ്. ഗൗതം എല്ലാം അറിഞ്ഞറിഞ്ഞപ്പോഴത്തേന് സുജാത അവിടെ നിന്ന് പൊട്ടിക്കരയുവാണ്. ഗൗതം പെട്ടെന്ന് കൊടുങ്കാറ്റ് പോലെ മുറിയിൽ നിന്ന് അങ്ങോട്ട് ഇറങ്ങി പോവാണ്. പിന്നീട് നേരെ ചെല്ലുന്ന ഗാഥയുടെ അരിയിലേക്കാണ്. ഗാഥയുടെ അല്ല, നന്ദയുടെ അരിയിലേക്ക്. നന്ദയാണെങ്കിൽ ആപ്പാടെ ടെൻഷൻ അടിച്ച് പുറത്തേക്കുമായിരുന്നു. പിന്നീട് നന്ദനെ വിളിച്ചുകൊണ്ട് മുറിക്കകത്തേക്ക് എന്നിട്ട് ചോദിച്ചു, നീയും കൂടി എന്നോട് ഈ വഞ്ചന കാണിച്ചല്ലേന്ന് ചോദിക്കും. അല്ല, എന്ത് കാണിച്ചെന്ന ഒന്നും അറിയത്തില്ല നിനക്കല്ലേ? ഞാനെല്ലാം അറിഞ്ഞു. വാവച്ചനോട് സത്യങ്ങളൊക്കെ തുറന്നു പറഞ്ഞു. പക്ഷെ ഈ ചതി എന്നോട് വേണ്ടായിരുന്നു. പലവട്ടം നിന്നോട് ഞാൻ ചോദിച്ചാ. നീ ആരാന്നറിയോ? നീ എൻ്റെ ഭാര്യ. പക്ഷെ എന്നിൽ നിന്ന്
നിനക്കിത് ഒളിച്ചു വെക്കേണ്ട ആവശ്യമില്ലായിരുന്നു. എന്നാലും ഇത്ര ഞാൻ പ്രതീക്ഷിച്ചില്ല നന്ദയെന്ന് പറയണം. നന്ദ പറഞ്ഞു, ഗൗതം സാർ നീ കൂടുതലൊന്നും പറയണ്ട. നീ ഇത്രയും നാളും കള്ളത്തരം പറഞ്ഞു. ഇതിനു മുമ്പ് നീ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അന്നല്ല ഞാൻ ക്ഷമിച്ചു. പക്ഷെ ഇതെനിക്ക് ക്ഷമിക്കാൻ പറ്റില്ല. നീ അവരും കൂടെ ചേർന്ന് നടത്തിയ നാടകം ഉണ്ടല്ലോ. അല്ല, ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് ലക്ഷ്മിയമ്മയുടെ ജീവനും അതുപോലെ തന്നെ ഗൗതം സാറൊക്കെ ആയിരുന്നു വലുത്. അതുകൊണ്ടാ പിന്നെ ജീവൻ വലുത്. അങ്ങനെയാണെങ്കിൽ നീ ഒരിക്കലും ഇങ്ങനെ ഒരു ചതി ചെയ്യില്ലായിരുന്നു. ഇങ്ങനെ എന്തേലും അറിയുമായിരുന്നെങ്കിൽ ആ സെക്കൻഡ് നീ എന്നെ വന്ന് വിവരം അറിയിക്കുമായിരുന്നു ചെയ്യേണ്ടത്. മനസ്സിലായല്ലോ? ഇനി ഞാനും നീ തമ്മിൽ യാതൊരു ബന്ധമില്ലെന്ന് പറയണം. അന്തൊക്കെ വല്ലാത്തൊരു സങ്കടമായിപ്പോയി. എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ലാത്തൊരവസ്ഥ. ഈ സമയത്ത് സുജാതയും കഥയോടെ പൊട്ടിക്കരയായിരുന്നു. അങ്ങനെ ലക്ഷ്മിയമ്മ ഈ സമയത്ത് മുറിയിലേക്ക് കയറി ചെന്ന് കഴിഞ്ഞിട്ട് പറഞ്ഞു, എന്താണെന്നറിയത്തില്ല, ഗൗതമ്മ വന്നിട്ടുണ്ട്, വല്ലാത്ത വിഷമത്തിലാന്ന് പറയണം. ഇത് കേട്ടതും മഹേശ്വരിലും ഞെട്ടലുണ്ടാവുക. ഭഗവാനെ, അവൻ വന്നോ? അന്നെങ്കിൽ അധികം വൈകാതെ തന്നെ തൻ്റെ അടുത്തേക്ക് വരും, തന്നെ ചോദ്യം ചെയ്യും. അതൊക്കെ ഓർത്ത് കഴിയുമ്പോഴത്തേക്ക് വീട്ടിൽ എങ്ങോട്ട് ഇറങ്ങി ഓടാനായിട്ടാണ് മഹേശ്വരന് തോന്നുന്നത്. എന്താ ചെയ്യണ്ടേ? അവനോട് എന്താ മറുപടി പറയണ്ടേ? അവൻ്റെ മുഖത്ത് താൻ എങ്ങനെ നോക്കും? ഈ സിറ്റുവേഷൻ എങ്ങനെയൊന്ന് പരിഹരിക്കുമെന്ന് അറിയാതെ മഹേശൻ ഇരുന്ന് ഉരുകുവാണ്. അപ്പം അതിൻ്റെ വിശേഷങ്ങളൊക്കെ നാളെ നമ്മൾ കാണാൻ പോകുന്നത്. ഇനിയിപ്പോൾ എന്തൊക്കെ സംഭവിക്കുമെന്ന് അറിയത്തില്ല. നന്ദേനെ കുറ്റപ്പെടുത്തും. നന്ദേനെ ഒരു പക്ഷേ വീട്ടിൽ നിന്ന് ഇറക്കി വിടാൻ പോലും ചിലപ്പം ഗൗതം പഠിക്കത്തില്ല. അപ്പോൾ എന്തൊക്കെയാണ് സംഭവിക്കുകയെന്ന് അറിയാൻ നമുക്ക് കാത്തിരിക്കാം കേട്ടോ. ഇതിൻ്റെ ഫുൾ വിശേഷങ്ങളായിട്ട് നാളെ രാവിലെ തന്നെ വരാം കേട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു രാത്രി ആശംസിച്ചു നിർത്തുന്നു. നന്ദി.